ആത്മാഭിമാനം സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക. ഇതാണ് ഉത്തര കൊറിയയുടെ തത്വം. ഈ തത്വം അക്ഷരം പ്രതിപാലിച്ച സൈനികരെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ. പറഞ്ഞു വരുന്നത്, ഉക്രൈൻ സൈന്യത്തിന്റെ പിടിയിലാകാതിരിക്കാൻ സ്വയം പൊട്ടിത്തെറിച്ച ഉത്തര കൊറിയൻ സൈനികരെയാണ് കിം ജോങ് ഉൻ വീരന്മാർ എന്ന് വിശേഷിപ്പിച്ചത്. അതായത്, രാജ്യത്തിനായി സ്വന്തം ജീവൻ ബലി നൽകിയവരെ എത്ര പ്രകീർത്തിച്ചാലും മതിവരില്ല എന്ന് സാരം. മതിവരില്ല എന്ന് സാരം. അവരുടെ ത്യാഗത്തിന് നഷ്ടപരിഹാരമോ പാരിതോഷികമോ എന്തു നൽകിയാലും അതിന് പകരമാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഉത്തര കൊറിയൻ തലസ്ഥാനമായ പോങ്യാങ്ങിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ഓർമ്മയ്ക്കായി പണിത സ്മാരകത്തിന്റെ അനാച്ഛാദനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ മഹത്വം സംരക്ഷിക്കുന്നതിനായി ഒരു മടിയും കൂടാതെ സ്വയം പൊട്ടിത്തെറിക്കുവാനും ചാവേർ ആക്രമണത്തിനും തീരുമാനിച്ച അവർ വീരന്മാരായിരുന്നു. അവരുടെ ജീവത്യാഗത്തിന് നഷ്ടപരിഹാരം അർഹിക്കുന്നില്ല. അവരുടെ സ്വയം സമർപ്പണത്തിന് പാരിതോഷികവും അർഹിക്കുന്നില്ല. ഇതാണ് നമ്മുടെ സൈനികരുടെ ദേശസ്നേഹത്തിന്റെ നിർവചനം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രേ ബെലോറയും റഷ്യൻ പാർലമെന്റ് സ്പീക്കറും എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ സൈനികരെ സഹായിക്കാനായി വിന്യസിച്ച ഉത്തര കൊറിയൻ സൈനികരാണ് ഉക്രൈൻ സൈന്യത്തിന്റെ പിടിയിലാകാതിരിക്കാനായി ഗ്രനേഡ് ഉപയോഗിച്ച് ചാവേറായി മാറിയത്. ഉക്രൈൻ സൈന്യം തടവിലാക്കാതിരിക്കാൻ ഭരണകൂടത്തിന്റെ ഉത്തരവ് പാലിച്ചാണ് സൈനികർ സ്വയം പൊട്ടിത്തെറിച്ചത് എന്നാണ് ഇന്റലിജൻസ് ഏജൻസികളുടെ പ്രതികരണം. ഉത്തര കൊറിയൻ സൈനികർ അന്യരാജ്യത്തിന്റെ പിടിയിലകപ്പെട്ടാൽ രാജ്യദ്രോഹമായാണ് കണക്കാക്കുന്നത്. റഷ്യൻ സൈന്യത്തെ സഹായിക്കുന്നതിനായി കുറഞ്ഞത് 15,000 സൈനികരെ ഉത്തര കൊറിയ അയച്ചിട്ടുണ്ട് എന്നാണ് ദക്ഷിണ കൊറിയയുടെ കണക്ക്. ഇതുവരെ 6,000-ലധികം സൈനികർ കൊല്ലപ്പെട്ടുവെന്നും ദക്ഷിണ കൊറിയ കണക്കാക്കുന്നുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം സംബന്ധിച്ച് ഉത്തര കൊറിയയോ റഷ്യയോ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഈ വർഷം ആദ്യം ദക്ഷിണ കൊറിയൻ മാധ്യമം സംപ്രേഷണം ചെയ്ത ഉക്രൈനിലെ യുദ്ധത്തടവുകാരായ 2 ഉത്തര കൊറിയൻ സൈനികരെ കുറിച്ചുള്ള പരിപാടിയിൽ തനിക്ക് ചാവേറാകാൻ കഴിയാത്തതിൽ സൈനികരിൽ ഒരാൾ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എല്ലാവരും സ്വയം പൊട്ടിത്തെറിച്ചുവെന്നും തനിക്കത് കഴിഞ്ഞില്ല എന്നു ആയിരുന്നു തടവുകാരന്റെ പ്രതികരണം.